What is arc of a circle? Part of circumference of a circle is known as arc of a circle. ഒരു സർക്കിളിന്റെ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ അതിന്റെ സർക്കംഫറൻസിൽ ഒരു പാർട്ട്, ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, രണ്ട് പോയിന്റ്സ് എ ബി എന്ന പോയിന്റ്സ്, സർക്കിളിന്റെ മുകളിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് എ ബി. അതിന്റെ ഉള്ളിലുള്ള ആ ഒരു പാർട്ട്, സർക്കംഫറൻസിന്റെ ഒരു പാർട്ട്, അതാണ് ആർക്ക് എന്ന് പറയുന്നത്. ആ ആർക്കിന്റെ രണ്ട് എൻ പോയിന്റ്സ് ഉണ്ടല്ലോ, എയും ബിയും. ആ എയും ബിയും സർക്കിളിന്റെ സെന്ററിലേക്ക് കണക്ട് ചെയ്ത് റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ, രണ്ട് റേഡിയസ് അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ആ രണ്ട് റേഡിയസ് തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിളിനെ നമ്മൾ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കുന്നു. സെൻട്രൽ ആംഗിൾ ഓഫ് ദാറ്റ് ആർക്ക്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, ഈ ഒരു പോർഷൻ ഒരു ആർക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴത്തെ പോർഷൻ എന്താണ്? അതെന്താണ്? അതും സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഒരു പാർട്ട് തന്നെയല്ലേ? യെസ്, ഓഫ് കോഴ്സ്, അത് മറ്റൊരു ആർക്കാണ്. അപ്പൊ ഈ രണ്ടാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരാൾക്ക് ചെറിയ ആർക്കും ഒരാൾക്ക് വലിയ ആർക്കും, അല്ലെ? ആക്ച്വലി ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറുതും വലുതും എന്നല്ല നമ്മൾ പറയാ. ആ ചെറിയ ആർക്കുണ്ടല്ലോ, അതിന്റെ ആ ഒരു സെൻട്രൽ ആംഗിൾ നിങ്ങൾ നോക്കിയേ. ആ ഒരു റേഡിയസ് ഇങ്ങനെ കണക്ട് ആയിട്ട് അവിടെ ഉണ്ടാവുന്ന ആംഗിൾ, ആ ഒരു ചെറിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നോക്കിയേ. ആ ആംഗിളിന്റെ പ്രത്യേകത എന്താ? അത് 180 ഡിഗ്രിനേക്കാളും കുറവാണ്, അല്ലെ? അങ്ങനെ 180 ഡിഗ്രിനേക്കാളും കുറവുള്ള ആർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ ആർക്ക്. അപ്പൊ താഴെയുള്ള ആർക്ക് എന്തായിരിക്കും? മറ്റത് മൈനർ ആർക്കാണെങ്കിൽ താഴെയുള്ളത്, അല്ലെങ്കിൽ 180 ഡിഗ്രിനേക്കാളും കൂടുതൽ സെൻട്രൽ ആംഗിൾ വരുന്നത് മേജർ ആർക്ക്. അതായത് സെൻട്രൽ ആംഗിൾ, ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, രണ്ട് എൻ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് നമ്മൾ റേഡിയസ് വരയ്ക്കുകയാണ്. രണ്ട് എൻ പോയിന്റ്സ് നമ്മൾ റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ മേജർ ആർക്ക് എന്ന് വിളിക്കും. 180 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ അതിനെ മൈനർ ആർക്ക് എന്ന് വിളിക്കും. അല്ല, അന്നിപ്പം സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിലോ, ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിലോ, അപ്പൊ എന്താ മക്കളെ അവിടെ ഉണ്ടാവുക? നേരെ ഒരു ലൈൻ ആയിട്ടല്ലേ മാറുക. 180 ഡിഗ്രി ആവണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നേരെ ഒരു ലൈൻ വരണം, അല്ലെ? അപ്പൊ എന്തായിട്ട് മാറും? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ, അല്ലെ? രണ്ട് സെമി സർക്കിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ അപ്പം മേജർ ആർക്കും മൈനർ ആർക്കും നല്ല നമ്മൾ പറയാ, അതിന് നമ്മൾ പറയാ സെമി സർക്കിൾ എന്നാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ടർ എന്താണെന്നാണ്. ഒരു സർക്കിൾ, ആ സർക്കിളിലെ ഒരാർക്ക്, ഏതോ ഒരാൾക്ക്, മേജർ ആർക്കോ മൈനർ ആർക്കോ ഏതോ ഒരാർക്ക്, ഓക്കെ? ആ ആർക്കിന്റെയും ആ ആർക്കിൽ നിന്ന് നമ്മൾ സർക്കിളിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്ന റേഡിയന്റെയും രണ്ട് റേഡിയസ്, അതിന്റെയും ഇടയിൽ, അതിന്റെ അതായത് ഈ രണ്ട് റേഡിയസിന്റെയും ആർക്കിന്റെയും ഇടയിലുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? സെക്ടർ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഒരു സർക്കിൾ നമ്മൾ ഒരു മൈനർ ആർക്ക് വരച്ച അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു മേജർ ആർക്കും ഫോം ആവും, അല്ലെ? അപ്പോൾ മേജർ ആർക്കിനും ഒരു ഏരിയ ഉണ്ടാവും, മൈനർ ആർക്കിനും ഒരു ഏരിയ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ വരുമല്ലോ റേഡിയസിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ എന്താണെന്ന് അറിയപ്പെടുന്നതൊക്കെ മൈനർ സെക്ടർ എന്നും മേജർ സെക്ടർ എന്നും. മൈനർ ആർക്കിന്റെയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റേഡിയന്റെയും ഇടയിലുള്ള ഏരിയ ആണ് മൈനർ സെക്ടർ എന്ന് പറയുന്നത്. അതേപോലെ മേജർ ആർക്കിന്റെയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ രണ്ട് റേഡിയയുടെയും ഇടയിൽ വരുന്ന ഏരിയ ആണ് മേജർ സെക്ടർ. അപ്പോൾ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കിന്റെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റേഡിയസ്, രണ്ട് റേഡിയസിന്റെയും ഉള്ളിൽ വരുന്ന ഏരിയ ആണിത് സെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെഗ്മെന്റ് ആണ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു സർക്കിൾ, ആ സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്, ഓക്കെ? ആ കോഡിന്റെയും, ആ കോഡ് വരച്ചു കഴിഞ്ഞാൽ കോഡ് സർക്കിളിൽ വന്ന് ചേരുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലോ, എയും ബിയും ആയിട്ട് നമുക്ക് എടുക്കാം. ആ പോയിന്റ്സിന് കണക്ട് ചെയ്ത് അവിടെ രണ്ട് ആർക്കായിട്ട് സർക്കിൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യല്ലോ. ഒരു മൈനർ ആർക്കും ഉണ്ടാവും, ഒരു മേജർ ആർക്കും ഉണ്ടാവും, അല്ലെ? അപ്പൊ മൈനർ ആർക്കിന്റെയും ആ കോഡിന്റെയും ഇടയിലുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ മേജർ സെഗ്മെന്റ് എന്താ? അവിടെ ഫോം ചെയ്ത മേജർ ആർക്കിന്റെയും കോഡിന്റെയും ഇടയിലുള്ള ഏരിയ, അതാണെന്ത്? മേജർ സെഗ്മെന്റ്. സോ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോഡിന്റെയും ആർക്കിന്റെയും ഇടയിലുള്ള ഏരിയ ആണെന്ത്? സെഗ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ സെക്ടർ എന്തായിരുന്നു? റേഡിയയുടെയും അതേപോലെ ആർക്കിന്റെയും ഇടയിലുള്ള ഏരിയ. അപ്പൊ കുട്ടികളോട് പലരോടും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്, സെക്ടറും സെഗ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ചിലർ സെഗ്മെന്റ് റേഡിയസിന്റെയും അതേപോലെ ആർക്കിന്റെയും ഇടയിലുള്ള ഏരിയ എടുക്കും. പക്ഷെ സാർ ഒരു ടിപ്പ് പറഞ്ഞുതരാം. സെക്ടറിൽ ആർ ഉണ്ട്, അല്ലെ? ആർ ഫോർ റേഡിയസ്. അപ്പോൾ റേഡിയസിന്റെ ഇടയിലുള്ള ഏതാ? സെക്ടർ ആർ.
ആർ ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സെക്ടർ എന്ന് പറഞ്ഞാൽ ആർ ഉണ്ട്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെയും ആർക്കിന്റെയും. അപ്പൊ മറ്റൊന്ന് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി കോഡിന്റെയും ആർക്കിന്റെയും ഇടയിലുള്ളത് എന്ത്? സെഗ്മെന്റ്. സോ മൈനർ ആർക്ക് ഉണ്ട്, മേജർ ആർക്ക് ഉണ്ട്. മൈനർ സെഗ്മെന്റ് ഉണ്ട്, മേജർ സെഗ്മെന്റ് ഉണ്ട്. അതേപോലെ മൈനർ സെക്ടർ ഉണ്ട്, മേജർ സെക്ടർ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.